പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത പൊതുവായ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഈർഷ്യയും ശാഠ്യവും ഉള്ളയിടത്ത് എന്തൊക്കെയുണ്ട്? ഉത്തരം: കലക്കവും സകല ദുഷ്പ്രവൃത്തിയും. യാക്കോബ് 3:16. ക്വസ്റ്റ്യൻ: ഇബ്താഹിൻ്റെ വീട് എവിടെയായിരുന്നു? ഉത്തരം: മിസ്പയിൽ. ന്യായാധിപന്മാർ 11:34. ക്വസ്റ്റ്യൻ: ലംഘനമില്ലാത്തത് എവിടെ? ഉത്തരം: ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത്. റോമർ 4:15. ക്വസ്റ്റ്യൻ: ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്നത് ആര്? ഉത്തരം: തുമ്പുകെട്ട ഇടയൻ. സഖര്യാവ് 11:17. ക്വസ്റ്റ്യൻ: ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: മോശ. എബ്രായർ 12:21. ക്വസ്റ്റ്യൻ: ബലത്തിനു വേണ്ടി മാത്രം തക്ക സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് ആര്? ഉത്തരം: പ്രഭുക്കന്മാർ. സഭാപ്രസംഗി 10:17. ക്വസ്റ്റ്യൻ: ദിൻഹാബ ആരുടെ പട്ടണമായിരുന്നു? ഉത്തരം: ബേല. 1 ദിനവൃത്താന്തം 1:43. ക്വസ്റ്റ്യൻ: ആർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല? ഉത്തരം: ജയിക്കുന്നവന്. വെളിപ്പാട് 2:11. ക്വസ്റ്റ്യൻ: മറക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങൾ. ഉത്തരം: നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും. എബ്രായർ 13:16. ക്വസ്റ്റ്യൻ: ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്താണ്? ഉത്തരം: സ്നേഹം. റോമർ 13:10. ക്വസ്റ്റ്യൻ: മത്സരികൾ എന്തിൽ ആണ്ടുപോയിരിക്കുന്നു? ഉത്തരം: വഷളത്വത്തിൽ. ഹോശയ്യ 5:2. ക്വസ്റ്റ്യൻ: ലാവണ്യ വാക്കുകൾ സംസാരിക്കുന്ന യാക്കോബ് പുത്രൻ ആര്? ഉത്തരം: നഫ്താലി. ഉൽപ്പത്തി 49:21. ക്വസ്റ്റ്യൻ: തങ്ങൾ ഉണ്ടാക്കിയ കുഴിയിൽ താണുപോയത് ആര്? ഉത്തരം: ജാതികൾ. സങ്കീർത്തനം 9:15. ക്വസ്റ്റ്യൻ: എഫസ്യരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനായി പൗലോസ് അവരുടെ അടുക്കിലേക്ക് അയച്ചത് ആരെ? ഉത്തരം: തിഹിക്കോസ്. എഫസ്യർ 6:22. ക്വസ്റ്റ്യൻ: ഞങ്ങളും കുരുടരോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഉത്തരം: ചില പരീശന്മാർ. യോഹന്നാൻ 9:40. ക്വസ്റ്റ്യൻ: എത്ര സമ്മാനം കൊടുത്താലും തൃപ്തിപ്പെടാത്തത് ആര്? ഉത്തരം: ജാരശങ്കയുള്ള പുരുഷൻ. സദൃശവാക്യങ്ങൾ 6:35. ക്വസ്റ്റ്യൻ: സ്തഫാനോസിനോട് തർക്കിച്ചത് ഏത് പള്ളിക്കാർ? ഉത്തരം: ലിബർത്തീനർ. അപ്പസ്തലപ്രവൃത്തികൾ 6:9. ക്വസ്റ്റ്യൻ: നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ഉത്തരം: അതിക്രമം ഹേതുവായി. ദാനിയേൽ 8:12. ക്വസ്റ്റ്യൻ: പൗലോസ് യോദ്യയെയും സുന്തുകയെയും പ്രബോധിപ്പിച്ചത് എന്ത്? ഉത്തരം: കർത്താവിൽ ഏകചിന്തയോടിരിപ്പാൻ. ഫിലിപ്പിയർ 4:2. ക്വസ്റ്റ്യൻ: പൗലോസ് യെരുശലേം മുതൽ ഇല്ലൂര്യ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് എന്തു പൂരിപ്പിച്ചിരിക്കുന്നു? ഉത്തരം: ക്രിസ്തുവിൻ്റെ സുവിശേഷ ഘോഷണം. റോമർ 15:19. ക്വസ്റ്റ്യൻ: അഹമ്മദിയുള്ള പുരുഷൻ ആരെ തൻ്റെ അടുക്കൽ ചേർക്കുന്നു? ഉത്തരം: സകല വംശങ്ങളെയും. ഹബക്കൂക്ക് 2:5. ക്വസ്റ്റ്യൻ: ദൈവം തകർത്ത് കളയും എന്ന് പറഞ്ഞ 2 വീടുകൾ. ഉത്തരം: ഹേമന്തഗൃഹം, ഗ്രീഷ്മഗൃഹം. ആമോസ് 3:15. ക്വസ്റ്റ്യൻ: അല്പമോ അധികമോ ഭക്ഷിച്ചാലും ഉറക്കം സുഖകരമാകുന്നത് ആർക്ക്? ഉത്തരം: വേല ചെയ്യുന്ന മനുഷ്യന്. സഭാപ്രസംഗി 5:12. ക്വസ്റ്റ്യൻ: യഹോവ ആരെ പട്ടിണി കിടത്തുകയില്ല? ഉത്തരം: നീതിമാനെ. സദൃശവാക്യങ്ങൾ 10:3. ക്വസ്റ്റ്യൻ: തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ടുചെന്ന്
ശലോമോനെ അഭിഷേകം ചെയ്തത് ആര്? ഉത്തരം സാദോക്ക് പുരോഹിതൻ. 1 രാജാക്കന്മാർ 1:39. ക്വസ്റ്റ്യൻ: നിന്റെ വായ് നിന്റെ ദേഹത്തിന് എന്താകരുത്? ഉത്തരം പാപകാരണമാകരുത്. സഭാപ്രസംഗി 5:6. ക്വസ്റ്റ്യൻ: ഉത്തമന്മാർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെ? ഉത്തരം ബെരോവയിലുള്ളവരെ. അപ്പോസ്തലപ്രവൃത്തികൾ 17:10-11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ആരാണ് ന്യായപ്രമാണത്തിൻ്റെ അവസാനം? ഉത്തരം ക്രിസ്തു. റോമർ 10:4. ക്വസ്റ്റ്യൻ: ആരായിരുന്നു ശിഷ്യന്മാരോടു കൂടെ പ്രവർത്തിച്ചത്? ഉത്തരം കർത്താവ്. മർക്കോസ് 16:20. ക്വസ്റ്റ്യൻ: അദോനിയാവിന് പിന്തുണയായിരുന്ന 2 പേർ ആരൊക്കെ? ഉത്തരം യോവാബ്, അബ്യാഥാർ. 1 രാജാക്കന്മാർ 1:7. ക്വസ്റ്റ്യൻ: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആരുടെ പ്രസംഗം? ഉത്തരം യേശുവിൻ്റെ. മർക്കോസ് 1:14-15. ക്വസ്റ്റ്യൻ: ആരുടെ ശബ്ദമാണ് മരിച്ചവർ കേൾക്കുന്നത്? ഉത്തരം ദൈവപുത്രൻ്റെ. യോഹന്നാൻ 5:25. ക്വസ്റ്റ്യൻ: ആരെയാണ് മഹാദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്? ഉത്തരം യേശുക്രിസ്തുവിനെ. തീത്തോസ് 2:12. ക്വസ്റ്റ്യൻ: ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചത് ആര്? ഉത്തരം ക്രിസ്തു. എഫെസ്യർ 5:2. ക്വസ്റ്റ്യൻ: ആരാണ് അവകാശമെന്ന പ്രതിഫലം തരുന്നത്? ഉത്തരം കർത്താവ്. കൊലോസ്യർ 3:24. ക്വസ്റ്റ്യൻ: എങ്ങനെയാണ് നാം അന്യോന്യം ആശ്വസിപ്പിക്കേണ്ടത്? ഉത്തരം വചനങ്ങളെ കൊണ്ട്. 1 തെസ്സലോനിക്കർ 4:18. ക്വസ്റ്റ്യൻ: പരിഹാസ വിഷയമായി തീർന്ന പ്രവാചകൻ? ഉത്തരം യിരെമ്യാവ്. വിലാപങ്ങൾ 3:14. ക്വസ്റ്റ്യൻ: തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിച്ചതുകൊണ്ട് എഫ്രയീം മകനിട്ട പേരെന്ത്? ഉത്തരം ബെരീയാവ്. 1 ദിനവൃത്താന്തം 7:23. ക്വസ്റ്റ്യൻ: ആരാണ് നീതിയുള്ള ന്യായാധിപതി? ഉത്തരം കർത്താവ്. 2 തിമോഥെയോസ് 4:8. ക്വസ്റ്റ്യൻ: നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ എന്ത് ചെയ്യുന്നു? ഉത്തരം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. 1 യോഹന്നാൻ 1:8. ക്വസ്റ്റ്യൻ: കരപൂരണത്തിൻ്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരി എന്ത്? ഉത്തരം ആട്ടുകൊറ്റൻ്റെ നെഞ്ച്. ലേവ്യാപുസ്തകം 8:29. ക്വസ്റ്റ്യൻ: ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയ രാജാവ്? ഉത്തരം ആഹാബ്. 1 രാജാക്കന്മാർ 18:42. ക്വസ്റ്റ്യൻ: എന്താണ് ജീവനുള്ളതും നിലനിൽക്കുന്നതുമായത്? ഉത്തരം ദൈവവചനം. 1 പത്രോസ് 1:23. ക്വസ്റ്റ്യൻ: ദുഷ്ടത ഉഴുത് നീതികേട് കൊയ്തവർ എന്തിൻ്റെ ഫലം തിന്നിരിക്കുന്നു? ഉത്തരം ഭോഷ്കിൻ്റെ ഫലം. ഹോശയ്യ 10:13. ക്വസ്റ്റ്യൻ: സത്യം എന്നാൽ എന്ത്? ആര് ആരോട് പറഞ്ഞു? ഉത്തരം പീലാത്തോസ് യേശുവിനോട്. യോഹന്നാൻ 18:38. ക്വസ്റ്റ്യൻ: നിങ്ങളുടെ ഗോപുരങ്ങളിൽ എങ്ങനെ ന്യായപാലനം ചെയ്യുവിൻ എന്ന് യഹോവ അരുളി ചെയ്തു? ഉത്തരം നേരോടും സമാധാനത്തോടും കൂടെ. സഖര്യാവ് 8:16. ക്വസ്റ്റ്യൻ: കാന്തയുടെ വസ്ത്രത്തിൻ്റെ വാസന എവിടുത്തെ വാസന പോലെ ഇരിക്കുന്നു? ഉത്തരം ലെബാനോൻ്റെ. ഉത്തമഗീതം 4:11. ക്വസ്റ്റ്യൻ: യഹോവ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് എന്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു? ഉത്തരം വെള്ളത്തിൻ്റെ. യിരെമ്യാവ് 10:13. ക്വസ്റ്റ്യൻ: ആരെ സഹായിപ്പാൻ ദമ്മേശെക്കിലെ അരാമ്യർ വന്നപ്പോൾ ദാവീദ് അരാമ്യരിൽ 20,000 പേരെ നിഗ്രഹിച്ചു? ഉത്തരം സോബ രാജാവായ ഹദദേസർ.
1 ദിനവൃത്താന്തം 18:5. ക്വസ്റ്റ്യൻ, ദുഷ്ടൻ ജീവപര്യന്തം ആർക്ക് വച്ചിരിക്കുന്ന ആണ്ടുകൾ തികയുവോളം അതിവേദനയോടെ ഇരിക്കുന്നു? ഉത്തരം നിഷ്ഠൂരന്. ഇയ്യോബ് 15:20. ക്വസ്റ്റ്യൻ, ഗത്യനായ ഗോലിയാത്ത് ധരിച്ചിരുന്ന താമ്രകവചത്തിൻ്റെ തൂക്കം? ഉത്തരം 5000 ശേക്കെൽ. 1 ശമൂവേൽ 17:4-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ, നിലത്തിലെ വിള നിങ്ങൾ കൊയ്യുമ്പോൾ എന്തിൻ്റെ അരിക് തീർത്ത് കൊയ്യരുത്? ഉത്തരം വയലിൻ്റെ അരിക്. ലേവ്യാപുസ്തകം 19:9. ക്വസ്റ്റ്യൻ, എന്തിൻ്റെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ പ്രിയ ഇരിക്കുന്നു? ഉത്തരം മുള്ളുകളുടെ ഇടയിൽ. ഉത്തമഗീതം 2:2. ക്വസ്റ്റ്യൻ, കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടത് ആര്? ഉത്തരം യോഹന്നാൻ സ്നാപകൻ. മത്തായി 11:2. ക്വസ്റ്റ്യൻ, പൗലോസിൻ്റെ ചാർച്ചക്കാരും അപ്പസ്തലന്മാരുടെ ഇടയിൽ പേർ കൊണ്ടവരുമായ 2 പേര്? ഉത്തരം അന്ത്രോനിക്കോസ് യൂനിയാവ്. റോമർ 16:7. ക്വസ്റ്റ്യൻ, ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായും എന്തായിത്തീരും? ഉത്തരം ശൂന്യമായിത്തീരും. മീഖ 7:13. ക്വസ്റ്റ്യൻ, ഫറവോൻ്റെ സൈന്യം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു എന്ന വർത്തമാനം യെരുശലേമിനെ നിരോധിച്ചു പാർത്ത ആര് കേട്ടപ്പോൾ അവർ യെരുശലേമിനെ വിട്ടുപോയി? ഉത്തരം കൽദയർ. യിരെമ്യാവ് 37:5. ക്വസ്റ്റ്യൻ, എവിടെ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്? ഉത്തരം ദൈവസന്നിധിയിൽ. സഭാപ്രസംഗി 5:2. ക്വസ്റ്റ്യൻ, യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ച് ആരെ വീണ്ടെടുത്തിരിക്കുന്നു? ഉത്തരം യെരുശലേമിനെ. യെശയ്യാവ് 52:9. ക്വസ്റ്റ്യൻ, യഹോവ യെരുശലേമിൽ നിന്ന് തൻ്റെ നാദം കേൾപ്പിക്കുമ്പോൾ ആരുടെ കൊടുമുടി വാടിപ്പോകും? ഉത്തരം കർമ്മേലിൻ്റെ. ആമോസ് 1:2. ക്വസ്റ്റ്യൻ, സ്തെഫാനോസ് എന്തൊക്കെ നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു? ഉത്തരം കൃപയും ശക്തിയും. അപ്പോസ്തലപ്രവൃത്തികൾ 6:8. ക്വസ്റ്റ്യൻ, കൊലോസ്യർ എന്ത് സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടുന്നു? ഉത്തരം ദൈവഹിതം. കൊലോസ്യർ 4:12. ക്വസ്റ്റ്യൻ, കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പിൻ. ആരുടെ വാക്കുകൾ? ഉത്തരം യേശുവിൻ്റെ. യോഹന്നാൻ 7:24. ക്വസ്റ്റ്യൻ, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം എങ്ങനെ ഓടണം? ഉത്തരം സ്ഥിരതയോടെ. എബ്രായർ 12:1. ക്വസ്റ്റ്യൻ, യഹോവ ഏശാവിൻ്റെ പർവ്വതങ്ങളെ ശൂന്യമാക്കി അവൻ്റെ അവകാശത്തെ ആർക്ക് കൊടുത്തിരിക്കുന്നു? ഉത്തരം മരുഭൂമിയിലെ കുറുനരികൾക്ക്. മലാഖി 1:3. ക്വസ്റ്റ്യൻ, എസ്രായുടെ പുസ്തകത്തിൽ മഹാനും ശ്രേഷ്ഠനും എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ച്? ഉത്തരം അശ്നപ്പാർ. എസ്രാ 4:10. ക്വസ്റ്റ്യൻ, തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിലല്ലാതെ മൂഢന് എന്തിൽ ഇഷ്ടമില്ല? ഉത്തരം ബോധത്തിൽ. സദൃശവാക്യങ്ങൾ 18:2. ക്വസ്റ്റ്യൻ, ഒരു കൊല്ലനെ കണ്ടെത്താൻ പ്രയാസമായിരുന്ന രാജ്യമേത്? ഉത്തരം ഇസ്രായേൽ. 1 ശമൂവേൽ 13:19. ക്വസ്റ്റ്യൻ, വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളിൽ ശീതോഷ്ണവാൻ ഏത് സഭയാണ്? ഉത്തരം ലവോദിക്കയിലെ സഭ. വെളിപ്പാട് 3:14-16 വരെ. ക്വസ്റ്റ്യൻ, മനുഷ്യൻ മണ്ണാണെന്നും മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്നും ദൈവം ആരോടാണ് പറഞ്ഞത്? ഉത്തരം മനുഷ്യനോട്, ആദാമിനോട്. ഉൽപ്പത്തി 3:19. ക്വസ്റ്റ്യൻ, ജനൻ ന്യായപ്രമാണം പ്രാപിച്ചത് എന്തിൻ്റെ കീഴിൽ? ഉത്തരം ലേവി പൗരോഹിത്യത്താൽ. എബ്രായർ 7:11.
ക്വസ്റ്റ്യൻ യാക്കോബിനെ റാഹേലിനെ പരിചയപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ഹാരാന്യർ. ഉൽപ്പത്തി 29:4 മുതൽ 6 വരെ. ക്വസ്റ്റ്യൻ യൂഫ്രട്ടീസ് നദീതീരത്ത് ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരുടെ എണ്ണം. ഉത്തരം 4. വെളിപ്പാട് 9:14. ക്വസ്റ്റ്യൻ യാക്കോബ് ഏശാവിൽ നിന്ന് അപഹരിച്ചത് എന്തെല്ലാം? ഉത്തരം ജ്യേഷ്ഠാവകാശവും അനുഗ്രഹവും. ഉൽപ്പത്തി 27:36. ക്വസ്റ്റ്യൻ യോന നിനവേക്കാർക്ക് എന്തായിരുന്നു? ഉത്തരം അടയാളം. ലൂക്കോസ് 11:30. ക്വസ്റ്റ്യൻ ഇസഹാക്ക് യാഗപീഠം പണിതത് എവിടെയാണ്? ഉത്തരം ബെർഷേബയിൽ. ഉൽപ്പത്തി 26:23 മുതൽ 26 വരെ. ക്വസ്റ്റ്യൻ രാജകീയ ന്യായപ്രമാണം എന്ത്? ഉത്തരം കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. യാക്കോബ് 2:8. ക്വസ്റ്റ്യൻ കിണർ കുഴിച്ചപ്പോൾ ഷണ്ട ഉണ്ടാകാത്തത് കാരണം കിണറിന് ഇട്ട പേരെന്താണ്? ഉത്തരം രഹോബോത്ത്. ഉൽപ്പത്തി 26:22. ക്വസ്റ്റ്യൻ ന്യായശാസ്ത്രിമാർ എടുത്തു കളഞ്ഞത് എന്താണ്? ഉത്തരം പരിജ്ഞാനത്തിൻ്റെ താക്കോൽ. ലൂക്കോസ് 11:52. ക്വസ്റ്റ്യൻ യഹോവ ആകാശത്തിന് ഉത്തരം നൽകും. അത് എന്തിന് ഉത്തരം നൽകും? ഉത്തരം ഭൂമിക്ക്. ഹോശയ്യ 2:21. ക്വസ്റ്റ്യൻ യേശുവിൻ്റെ ഉപമയിലെ ശമര്യക്കാരൻ വഴിയമ്പലക്കാരന് കൊടുത്ത വെള്ളിക്കാശ് എത്രയാണ്? ഉത്തരം 2 വെള്ളിക്കാശ്. ലൂക്കോസ് 10:35. ക്വസ്റ്റ്യൻ ആരെ വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു? ഉത്തരം ദുഷ്ടൻ നീതിമാനെ. ഹബക്കൂക്ക് 1:4. ക്വസ്റ്റ്യൻ യഹോവ ലാക്കീഷിനെ ഇസ്രായേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ ലാക്കീഷിനെ സഹായിപ്പാൻ ചെന്ന ഗേസർ രാജാവ്. ഉത്തരം ഹോരാം. യോശുവ 10:33. ക്വസ്റ്റ്യൻ എടുക്കാൻ കഴിയാത്ത ചുമടുകളെ മനുഷ്യരെ കൊണ്ട് ചുമപ്പിക്കുന്നതാരാണ്? ഉത്തരം ന്യായശാസ്ത്രിമാർ. ലൂക്കോസ് 11:46. ക്വസ്റ്റ്യൻ നെഹമ്യാവ് ആർക്കൊക്കെയാണ് താന്താൻ്റെ വേലയിൽ ശുശ്രൂഷാക്രമം കൊടുത്തത്? ഉത്തരം പുരോഹിതന്മാർക്കും ലേവ്യർക്കും. നെഹമ്യാവ് 13:30. ക്വസ്റ്റ്യൻ യഹോവ ആരെ വിറകിൻ്റെ ഇടയിൽ തീച്ചട്ടി പോലെയും കറ്റയുടെ ഇടയിൽ തീപന്തം പോലെയും ആക്കും? ഉത്തരം യഹൂദ മേധാവികളെ. സഖര്യാവ് 12:6. ക്വസ്റ്റ്യൻ അനാഥോത്തിൽ ജന്മഭൂമിയുള്ളത് ആർക്ക്? ഉത്തരം അബ്യാഥാർ പുരോഹിതന്. 1 രാജാക്കന്മാർ 2:26. ക്വസ്റ്റ്യൻ നീ ക്ഷണത്തിൽ 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുക എന്ന് ആരോട് പറഞ്ഞു? ഉത്തരം അബ്രഹാം സാറയോട്. ഉൽപ്പത്തി 18:6. ക്വസ്റ്റ്യൻ കൊലോസ്യർക്ക് ആത്മാവിനാലുള്ള സ്നേഹം പൗലോസിനെ അറിയിച്ചത് ആര്? ഉത്തരം എപ്പഫ്രാസ്. കൊലോസ്യർ 1:8. ക്വസ്റ്റ്യൻ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് പറഞ്ഞത് എത്രാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ? ഉത്തരം 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ. വെളിപ്പാട് 6:5-6 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ യോർദാനിൽ നിന്ന് എടുത്ത 12 കല്ല് യോശുവ എവിടെ നാട്ടി? ഉത്തരം ഗിൽഗാലിൽ. യോശുവ 4:20. ക്വസ്റ്റ്യൻ പൗലോസ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ആരാണ്? ഉത്തരം അനിന്യൻ. ഫിലിപ്പിയർ 3:6. ക്വസ്റ്റ്യൻ എനിക്ക് മകനായവൻ എന്ന് പത്രോസ് പരിചയപ്പെടുത്തിയ വ്യക്തി ആര്? ഉത്തരം മർക്കോസ്. 1 പത്രോസ് 5:13. ക്വസ്റ്റ്യൻ അപ്പോസ്തലന്മാരെ കൂട്ടാക്കാതിരുന്ന പ്രധാനിയാകുവാൻ ആഗ്രഹിച്ചവൻ ആര്? ഉത്തരം ദിയോത്രഫേസ്. 3 യോഹന്നാൻ 1:9.
ക്വസ്റ്റ്യൻ സിംഹാസനത്തിന് ചുറ്റുമായി കണ്ട വില്ലിൻ്റെ നിറമുള്ള രത്നം. ഉത്തരം മരതകം. വെളിപ്പാട് 4:3. ക്വസ്റ്റ്യൻ അർദ്ധപ്രാണനായി വഴിയിൽ കണ്ട മനുഷ്യനെ വിട്ട് കടന്നു കളഞ്ഞവർ ആരെല്ലാം? ഉത്തരം ഒരു പുരോഹിതനും ലേവ്യനും. ലൂക്കോസ് 10:31-32 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തവർ എന്ന് ആത്മാവ് സാക്ഷ്യം പറഞ്ഞ സഭ. ഉത്തരം എഫസോസ്. വെളിപ്പാട് 2:2. ക്വസ്റ്റ്യൻ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ഡാഷിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ഉത്തരം ജീവിക്കേണ്ടതിന്. 1 യോഹന്നാൻ 4:9. താങ്ക്സ് ഫോർ വാച്ചിങ്.